ഇന്ത്യയിൽ GSTയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുവാണെന്നറിയാലോ. 413 ഉൽപ്പന്നങ്ങൾക്ക് പാലുൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ അടക്കം 400-ലധികം ഉൽപ്പന്നങ്ങളുടെ വില ഇന്നു മുതൽ കാര്യമായിട്ട് കുറയുകയാണ്. സാധാരണക്കാരന് സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയ വാഹനങ്ങളുടെ വിലയിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് വളരെ അഫോർഡബിൾ ആകും ഈ ഹെൽത്ത് ഇൻഷുറൻസും മറ്റു കാര്യങ്ങളും എന്നുള്ള ഒരു കാര്യമുണ്ട്. അവയുടെ പ്രീമിയത്തിന്മേലുള്ള GST പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നാട്ടില് സാധാരണ ആളുകൾക്ക് വലിയ രീതിയിലുള്ള വിലക്കുറവും കാര്യങ്ങളും ഒക്കെ ലഭ്യമാകുമ്പോൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിലെ ഈ പരിഷ്കാരത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ പറ്റുക, പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റുക, അതേക്കുറിച്ചൊന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ഒന്ന്, നമ്മൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുമല്ലോ. പണം അയക്കുമ്പോൾ അത് സ്പെൻഡ് ചെയ്യുന്നതിന്റെ തോത് വളരെയധികം കുറയും എന്നുള്ളത് തന്നെയാണ്. ഗ്രോസറികൾക്കും പേഴ്സണൽ കെയർ കാര്യങ്ങൾക്കും പാലുൽപ്പന്നങ്ങൾ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ സാധാരണ ഒരു കുടുംബത്തിൽ ഒരുപാട് പണം ചെലവാകാറുണ്ട്. അതിന് ചെലവാകുന്ന പണത്തിന്റെ തോത് കുറയുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കുന്ന പണത്തിന്റെ സേവിങ്സ് വർദ്ധിക്കും എന്നാണ് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ, ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാക്കറ്റ് ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില UAE-യിലും കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്റ്റോക്കിലൊക്കെ നിക്ഷേപിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ കൺസ്യൂമർ ഗുഡ്സിന്റെയും FMCG കമ്പനികളുടെയും സ്റ്റോക്കിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രയോജനം ഇത്തരം സ്റ്റോക്കിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതേസമയം ശ്രദ്ധിക്കേണ്ടത് ഈ പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള GST ചാർജ് തുടരും എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവർക്ക് നഷ്ടത്തിന്റെ ഒരു സമയമാണ്. പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളുടെ മൂല്യം ഇടിയുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ട്രാവൽ ഇൻഷുറൻസ് പോളിസികളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ പ്രീമിയത്തിന്മേലുള്ള GST പൂർണ്ണമായും എടുത്തു മാറ്റുന്നത് വലിയ രീതിയിലുള്ള ഒരു ഗുണം പ്രവാസികൾക്കും ലഭിക്കുന്ന തരത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇതൊക്കെ പ്രത്യക്ഷത്തിൽ പ്രവാസികൾക്കും ഈ GST പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ഗുണം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും വിപ്ലവങ്ങളുമാണ് GST പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. സാധാരണക്കാരന് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമായിട്ടൊരു വിലക്കുറവിന്റെ സമയം ഇന്ത്യയിൽ വരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനം നമുക്ക് ഇവിടെ പ്രവാസികൾക്കും ലഭിക്കും എന്നുള്ളതാണ് ആദ്യം തന്നെ തികച്ച ലോക്കലിൽ പറയാനുള്ളത്. UAE ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും രാജ്യത്തെ യുവാക്കളിലാണെന്ന് പലതവസരത്തിൽ ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ പുതിയ സാമ്പത്തിക അവസരങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ യുവാക്കളെ പ്രാപ്തരാക്കാൻ വേണ്ടി ഒരു പുതിയ പ്രോഗ്രാം UAE-യുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് റൂളറുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. UAE ദ ഗ്ലോബൽ ക്യാപിറ്റൽ ഓഫ് ഓന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു